തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തവണ പോരാട്ടം കടുക്കും. ഭരണം നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇടതുമുന്നണി. ഇത്തവണ പിടിച്ചെടുക്കുമെന്ന വാശിയാണ് BJPക്ക്. അഭിമാന പോരാട്ടമായി കണ്ട് നില മെച്ചപ്പെടുത്താൻ UDFും തുനിഞ്ഞിറങ്ങുമ്പോൾ സസ്പെൻസ് ത്രില്ലറായി തലസ്ഥാന പോര് മാറും. തലസ്ഥാന നഗരഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം CPMനും ഇടതുമുന്നണിക്കും ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ നഗരഭരണം നിലനിർത്താനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ സജീവമാണ്. വാർഡ് വിഭജനത്തിലൂടെ തന്നെ ഒരു മേൽക്കൈ ഉണ്ടായെന്നും CPM കണക്ക് കൂട്ടുന്നു. എന്നാൽ വെല്ലുവിളികളും ഏറെയാണ്. BJPയിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിട്ടെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണയും ഇടതുമുന്നണി ഭരണം നിലനിർത്തിയത്. ഇത്തവണയും മറിച്ചൊരു സാഹചര്യം മുന്നണി പ്രതീക്ഷിക്കുന്നില്ല. പല ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടായെങ്കിലും അതെല്ലാം മറികടക്കാനാകും എന്നാണ് പ്രതീക്ഷ. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ ഉത്തരവാദിത്തമേൽപ്പിച്ച് CPM തുടക്കത്തിൽ കയ്യടി നേടി. എന്നാൽ നഗരഭരണത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ആ തീരുമാനത്തിന്റെ തിളക്കം കെടുത്തിയെന്ന് കരുതുന്നവരുമുണ്ട്. അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് വിമർശനങ്ങൾക്കുള്ള മറുപടിയെന്ന് ഭരണമുന്നണി പറയുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വാർഡടക്കം പിടിച്ചെടുത്തതും ആത്മവിശ്വാസം കൂട്ടുന്നു. ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരിക്കില്ല. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ SP ദീപകിനെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാനാണ് CPMന്റെ ആലോചന. SFI DYFI നേതൃരംഗത്തെ പ്രവർത്തനത്തിലൂടെ വിപുലമായ വ്യക്തിബന്ധം ദീപകിന് നഗരത്തിലുണ്ട്. CPM ഏരിയ സെക്രട്ടറിമാരായ വഞ്ചൂർ P ബാബു, മുൻ മേയർ K സുകുമാർ എന്നിവർ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഏരിയ സെക്രട്ടറിമാർ മത്സരരംഗത്ത് വരുന്നതിൽ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാണ്. RP ശിവജി, IP ബിനു, DR അനിൽ, SA സുന്ദർ, MG മീനാംബിക എന്നിവരും മത്സരരംഗത്തുണ്ടാകും. കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് പിടിക്കുന്നതിനേക്കാൾ BJP നേതൃത്വം പ്രാധാന്യം നൽകുന്നതാണ് തിരുവനന്തപുരം നഗരം പിടിക്കൽ. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അണിയറയിൽ തന്ത്രങ്ങൾ മെനയുന്നത്. ഏറ്റവും ആദ്യം BJP നഗരഭരണം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് തലസ്ഥാനത്താണ്. അതുണ്ടായില്ല. പക്ഷേ ശക്തമായ പ്രതിപക്ഷമായി BJP ഉണ്ട്. ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിക്കുമെന്നാണ് അവകാശവാദം. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞു. നഗരവികസനം മുദ്രാവാക്യമായി ഉയർത്തിയാകും BJP തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഭരണം ലഭിച്ചാൽ കേന്ദ്ര സഹായത്തോടെ സമാനതകളില്ലാത്ത നഗരവികസനം എന്നതാണ് വാഗ്ദാനം. എന്നാൽ ഉൾപാർട്ടി പ്രശ്നങ്ങളും തിരുമല കൌൺസിലറായിരുന്ന അനിൽകുമാറിന്റെ മരണവും തിരിച്ചടിയാകുമെന്ന് ആശങ്കയുമുണ്ട്. വിജയസാധ്യതയുള്ള സീറ്റുകൾക്കായി പാർട്ടിക്കുള്ളിൽ പിടിവലിയും ശക്തം. കഴിഞ്ഞ തവണ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച VV രാജേഷ് ഇത്തവണ മത്സരിക്കാനിടയില്ല. എന്നാൽ പരിചയസമ്പന്നരായ ഒരുപിടി കൌൺസിലർമാർ ഇത്തവണയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാകും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. നിലവിലെ 10-ൽ നിന്ന് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. മുതിർന്ന നേതാക്കളെയും ജനസ്വീകാര്യതയുള്ള യുവ നേതാക്കളെയും കളത്തിലിറക്കുന്നതിലൂടെ അഭിമാന പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. ആദ്യകാലങ്ങളിൽ തുടർച്ചയായി കോൺഗ്രസ് മേയർമാരാണ് തലസ്ഥാനം ഭരിച്ചത്. പതിയെ നഗരത്തിൽ കോൺഗ്രസിന്റെ സ്വാധീനം കുറഞ്ഞു വന്നു. 80കളുടെ അവസാനമാണ് ഒടുവിൽ കോൺഗ്രസ് നേതാവ് നഗരപിതാവായത്. മേയറുടെ കാലാവധി 5 വർഷമായ ശേഷം ഒരു തവണ പോലും ഭരണം പിടിക്കാൻ കോൺഗ്രസിനായിട്ടില്ല. തീർത്തും ദുർബലാവസ്ഥയിലാണ് തലസ്ഥാന കോർപ്പറേഷനിൽ UDF. KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളെയും യുവാക്കളെയും ഇറക്കി നില മെച്ചപ്പെടുത്താനാണ് ശ്രമം. പ്രധാന നേതാക്കൾ മത്സരിക്കാൻ ഇറങ്ങണമെന്ന നേതൃത്വത്തിന്റെ താൽപര്യം എത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെന്ന് സംശയമുണ്ട്. കാരണം ഇവരിൽ പലരും നിയമസഭാ സീറ്റ് മോഹികളാണ്. മുതിർന്ന നേതാവ് K മുരളീധരനാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല. ഭരണത്തിലെത്താൻ ആയില്ലെങ്കിലും സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട തീരദേശ വാർഡുകളിൽ ജയിച്ച് ശക്തി കാട്ടുകയാണ് ലക്ഷ്യം. വനിത ഉൾപ്പെടെ 56 സംവരണ വാർഡുകൾ തലസ്ഥാനത്തുണ്ട്. വാർഡ് വിഭജനത്തിന്റെ ഗുണം ഭരണമുന്നണിക്ക് മാത്രമെന്ന വിമർശനം BJPയും UDFും ഉയർത്തുന്നു. വോട്ടർ പട്ടികയ്ക്കെതിരെയും പരാതികളേറെയാണ്. ഏതായാലും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങൊരുങ്ങുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. VV അരുണും ഡാൻ കുര്യനും കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ കച്ചമുറക്കി ഇറങ്ങുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത്, എന്തൊക്കെ ആരോപണങ്ങളാണ്, പ്രത്യാരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നുള്ളതൊക്കെ പ്രസക്തമാണ് ഈ സമയത്ത്. ആദ്യം VV അരുണിലേക്ക്. അരുൺ, പ്രധാനമായും നഗരസഭയിൽ ഭരണം നിലനിർത്തണമെങ്കിൽ
CPM-ഉം LDF-ഉം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, അതിൽ സ്മാർട്ട് സിറ്റി എന്നുള്ള പദ്ധതിയാവാം, അതിനും അപ്പുറത്തേക്ക് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, പിൻവാതിൽ നിയമനങ്ങൾ, ഇടയിലുണ്ടായ വലിയ വിവാദങ്ങൾ, അപ്പോഴും പറയാം രാജ്യാന്തര തലത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കി പുരസ്കാരങ്ങൾ നേടി എന്നൊക്കെ. പക്ഷെ അപ്പോഴും ജനത്തിന് മുന്നിൽ എണ്ണി പറയാവുന്ന ഭരണ നേട്ടങ്ങൾ എന്താണ് നിലവിലത്തെ കോർപ്പറേഷൻ ഭരണസമിതിക്കുള്ളത്? എൽദോ, മൂന്ന് മുന്നണികളും സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവിലും ഏറ്റവും പ്രസ്റ്റീജിയസായി കാണുന്ന ഭരണസമിതിയാണ് തലസ്ഥാന കോർപ്പറേഷൻ്റെ ഭരണസമിതി എന്നുള്ളത്. അവിടെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് മൂന്ന് മുന്നണികളുടെയും പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ കുറേ നാളുകളായി CPM ആണ് നഗരഭരണം നടത്തുന്നത്. വലിയ വെല്ലുവിളി 2015-ലും 2020-ലും ഒക്കെ BJP-യിൽ നിന്നുണ്ടായിരുന്നു. 15-ലെ സ്ഥിതി മെച്ചപ്പെടുത്തി 20-ൽ മികച്ച ഒരു മുന്നേറ്റം ഇടതുമുന്നണിക്ക് വളരെ കംഫർട്ടബിളായ ഒരു മജോറിറ്റിയിൽ ഭരിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. ആ തവണയൊക്കെ BJP ഉറപ്പായും ഭരിക്കും എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചതാണ്. പ്രത്യേകിച്ചും നിയമത്തെ ഒ രാജഗോപാൽ ജയിച്ചതിനൊക്കെ ശേഷം നേമം, വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ കഴക്കൂട്ടം മണ്ഡലങ്ങളാണ് BJP-യുടെ ശക്തി. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന മണ്ഡലങ്ങളിലും അവർക്ക് കാര്യമായ ശക്തിയുണ്ട്, കാര്യമായ ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലൂടെ കോർപ്പറേഷൻ ഭരണം അനായാസം പിടിച്ചെടുക്കാമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. നമുക്കറിയാം, ഏറ്റവും സംഘർഷാത്മകമായ അന്തരീക്ഷമുള്ള ഒരു 5 വർഷമാണ് തിരുവനന്തപുരം നഗരസഭയിൽ കടന്നു പോകുന്നത്. നിരന്തര സമരങ്ങളായിരുന്നു. BJP-യാണ് ഏറ്റവും ശക്തമായി, പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഏറ്റവും ശക്തമായി ഭരണസമിതിക്ക് രംഗത്ത് വന്നത്. മേയർക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളുണ്ടായിരുന്നു, മേയർക്കെതിരെ വ്യക്തിപര വിമർശനങ്ങളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് SC/ST ഫണ്ട് തട്ടിപ്പൊക്കെ വലിയ ആരോപണമായി CPM-നും ഭരണസമിതിക്കുമെതിരെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതിൻ്റെ അവസാനം വരുമ്പോൾ ചില കാര്യങ്ങളിൽ BJP കൗൺസിലർമാരും അഴിമതി കാര്യങ്ങളിലൊക്കെ പ്രതിസ്ഥാനത്താണ്. BJP-യുടെ ഒരു പ്രധാനപ്പെട്ട കൗൺസിലറുടെ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുന്ന വിഷയമുണ്ടായി. മറ്റു ചില കൗൺസിലർമാർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫുകൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. SC/ST ഫണ്ട് തട്ടിപ്പിലും BJP-യുടെ അംഗങ്ങൾക്ക് പങ്കുണ്ടെന്ന ആരോപണങ്ങളും പോലീസ് കേസുമൊക്കെ വന്നതാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കങ്ങളും വലിയ വെല്ലുവിളികളും ഒക്കെ ഉയർന്നു വന്ന ഒരു ഭരണസമിതിയുടെ കാലയളവാണ് അവസാനിക്കാൻ പോകുന്നത്. ആ ഭരണം നിലനിർത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷ ഇടതുമുന്നണിക്കുള്ളത് ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ തന്നെയാണ്. നഗരസഭയിലും പല അഭിമാനകരമായ നേട്ടങ്ങളും കൗൺസിൽ നേതൃത്വം എണ്ണിക്കാട്ടുന്നുണ്ട്. നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ മേയർക്കും അതുപോലെ തന്നെ ഭരണസമിതിക്കും ലഭിച്ചിട്ടുണ്ട്. സ്മാർട്ട് റോഡുകൾ, തലസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ സ്മാർട്ട് റോഡുകൾ, അതിൻ്റെ അവകാശവാദത്തെ ചൊല്ലി BJP-യും CPM-യുമായി തർക്കമുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നഗരസഭയുമായി തർക്കമുണ്ടെങ്കിൽ പോലും രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമുള്ള ഒരു പദ്ധതിയാണ് സ്മാർട്ട് റോഡുകൾ. അതിൻ്റെ അവകാശവാദത്തിൽ തന്നെ തർക്കമുണ്ട്. റോഡുകളിലൂടെ തലസ്ഥാനത്തെ മുഖച്ഛായ തന്നെ മാറ്റിയെന്ന് നഗരസഭ പറയുന്നു. നിരവധി സഹായ പദ്ധതികൾ, ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതിയുടെ സഹായ പദ്ധതികൾ അടക്കം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാർ നേട്ടങ്ങളും അതുപോലെ തന്നെ നഗരസഭയുടെ നേട്ടങ്ങളും ഒരു പട്ടിക അവർ നിരത്തുന്നുണ്ട്. ഇതെല്ലാം പൊള്ളയാണ്, കളവാണ്, എല്ലാം കടുത്ത അഴിമതിയാണ് നഗരസഭയിൽ ഉണ്ടായിരുന്നത്. ആശ്രിത നിയമനങ്ങൾ നഗരസഭയുടെ ഇടയ്ക്ക് ഈ പിൻവാതിൽ നിയമനങ്ങൾ നഗരസഭയ്ക്ക് വലിയ ആരോപണമായി ഉയർന്നു വന്നതാണ്. പാർട്ടിക്കാരെ, CPM-കാരെ പല തസ്തികകളിലും നിയമിക്കുന്നത്, ഏറ്റവും ഒടുവിൽ പോലും അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതെല്ലാം ചിലതൊക്കെ അന്വേഷണ ഘട്ടത്തിലാണ്. മറ്റു ചിലത് എല്ലാ നടപടികളും പാലിച്ചുള്ള നിയമനങ്ങൾ മാത്രമാണ് കണ്ടിജന്റ് ജീവനക്കാരുടെ നിയമനത്തിലടക്കം നടത്തിയ നഗരസഭ പറയുന്നു. അങ്ങനെ വികസനം, അഴിമതി, അതിനപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിഷയങ്ങളുമൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമെന്ന് കരുതുന്നു.